മെറ്റന മിനിസ്ട്രീസ് യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. റോമർക്കെഴുതിയ ലേഖനം 3-ാം അധ്യായത്തിൻ്റെ തുടർ പഠനങ്ങളാണ് നമ്മൾ ചെയ്യുന്നത്. പ്രത്യേകിച്ച് നമ്മൾ കഴിഞ്ഞ ദിവസം ചിന്തിച്ചത് 3-24 വാക്യങ്ങളിലാണ് നമ്മൾ നിൽക്കുന്നത്. തുടർന്ന് നമ്മൾ ചിന്തിക്കണം. അത് കഴിഞ്ഞ ദിവസങ്ങളിൽ ചിന്തിച്ച് എല്ലാവരും പാപം ചെയ്ത് ദൈവതേജസ്സില്ലാത്തവരായിത്തീരുന്നു. അവൻ്റെ കൃപയാൽ ക്രിസ്തുയേശുവിലുള്ള വീണ്ടെടുപ്പ് മൂലം സൗജന്യമായത്രേ നീതീകരിക്കപ്പെട്ടത്. അവൻ്റെ കൃപയാൽ നീതീകരിക്കപ്പെട്ടു, ക്രിസ്തുയേശുവിൽ വിശ്വാസം മൂലം നീതീകരിക്കപ്പെട്ടു, സൗജന്യമായി നീതീകരിക്കപ്പെട്ടു. ഈ നീതീകരണത്തെക്കുറിച്ചുള്ള ചിന്തകളാണ് കഴിഞ്ഞ 2-3 എപ്പിസോഡുകളായിട്ട് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് അടുത്ത ഒരു വാക്യം, 25-ാം വാക്യം, അത് കുറച്ചും കൂടി ഒന്ന് ക്ലാരിറ്റി തരത്തക്ക രീതിയിൽ അത് വീണ്ടും എഴുതിയിരിക്കുകയാണ്. വിശ്വസിക്കുന്നവർക്ക് അവൻ തൻ്റെ രക്തം മൂലം പ്രായശ്ചിത്തമാക്കുവാൻ ദൈവം അവനെ പരസ്യമായി നിർത്തിയിരിക്കുന്നു. ദൈവം തൻ്റെ പുറമേയിൽ മുൻകഴിഞ്ഞ പാപങ്ങളെ ശിക്ഷിക്കാതെ വിടുക നിമിത്തം തൻ്റെ നീതിയെ പ്രദർശിപ്പിപ്പാൻ തൻ നീതിമാനും യേശുവിൽ വിശ്വസിക്കുന്നവരെ നീതീകരിക്കുന്നവൻ ആകേണ്ട നിക്കാലത്ത് തൻ്റെ നീതിയെ പ്രദർശിപ്പാൻ തന്നെ അങ്ങനെ ചെയ്തു. വീണ്ടും ഇവിടെ കാണുന്നത്, നേരത്തെ നമ്മൾ പറഞ്ഞതാണ്, യേശുവിൻ്റെ രക്തമാണ് നമുക്കിതിനു വേണ്ടി യൂസ് ചെയ്യപ്പെട്ടത്. അതിൻ്റെ കാരണം എന്താണെന്ന് പറഞ്ഞു. അതുപോലെ പഴയ നിയമത്തിലെ യാഗങ്ങളെക്കുറിച്ച് പറഞ്ഞു. അത് വെച്ച് ബന്ധപ്പെട്ട് പുതിയ നിയമത്തിലെ യേശുവിൻ്റെ രക്തം നമുക്ക് വേണ്ടി പാപങ്ങൾക്ക് വേണ്ടി കഴുകാനായിട്ട് ഉപയോഗിച്ച കാര്യം പറഞ്ഞു. ഇതെല്ലാം നമ്മൾ പറഞ്ഞു. ഇനിയും നമ്മൾ ചിന്തിക്കേണ്ടത്, ഇവിടെ പഴയ നിയമത്തിലെ ഈ ഗ്രേസ് എന്ന് പറയുന്ന കൃപ എന്ന് പറഞ്ഞ് ഉപയോഗിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഹാപ്പിനെസ് എന്നുള്ളൊരു മീനിങ്ങിലാണ് എഴുതുന്നത്. ഇവിടെ കൃപ എന്ന് പറയുമ്പോൾ നമുക്ക് ചെയ്യാൻ വയ്യാത്തതിനെ ദൈവം ചെയ്യുന്നു എന്നുള്ള രീതിയിൽ ഞാനത് നേരത്തെ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. കൃപ നേരത്തെയുള്ള എപ്പിസോഡുകളിൽ പറഞ്ഞിട്ടുണ്ട്. വലിയൊരു വെയിറ്റുള്ള സാധനം നമുക്ക് എടുക്കാനായിട്ട് കൈകൊണ്ട് എടുക്കാൻ ശ്രമിക്കുമ്പോൾ, നമ്മളെക്കൊണ്ട് പറ്റാതിരിക്കുമ്പോൾ, അൺമെറിറ്റഡ് ഫേവർ, നമുക്ക് വേണ്ടി ആരോ താഴെ നിന്ന് അദൃശ്യമായൊരു കൈ വന്നിട്ട് പൊക്കുന്നു. നമ്മൾ പൊക്കുന്നത് പോലെ തന്നെ ഇരിക്കും, എന്നാൽ നമ്മളെക്കൊണ്ട് കഴിയത്തില്ല, ആരോ നമ്മളെ സഹായിക്കുന്നു. അതിന് വേണമെങ്കിൽ കൃപയെന്ന് വിളിക്കാം എന്ന് ഞാൻ പറഞ്ഞു. അൺമെറിറ്റഡ് ഫേവർ, നമുക്ക് അർഹിക്കപ്പെടാത്ത വലിയ ഫേവറാണ് കൃപ എന്ന് പറയുന്നത്. ഇവിടെ പ്രായശ്ചിത്തമാകുവാൻ എന്ന് പറഞ്ഞൊരു വാക്ക്, അവൻ്റെ രക്തം മൂലം പ്രായശ്ചിത്തമാകുവാൻ എന്ന് പറഞ്ഞൊരു വാക്ക് ഇവിടെ ഉപയോഗിക്കുന്നുണ്ട്. ഈ പ്രായശ്ചിത്തം എന്നത് ഗ്രീക്കിലെ ഹിലാസ്റ്റീരിയൻ എന്ന് പറയുന്നൊരു വേർഡാണ് യൂസ് ചെയ്യുന്നത്. ഹിലാസ്റ്റീരിയൻ. ഈ ഹിലാസ്റ്റീരിയൻ എന്ന് പറയുന്ന വാക്ക് ശരിക്കും വന്നിരിക്കുന്നത് എന്ന് ചോദിച്ചാൽ, നമ്മളെ ശിക്ഷയ്ക്ക് വേണ്ടി വേറൊരുവൻ പ്രായശ്ചിത്തമായി തീർന്നു. ഇവിടെ ക്രിസ്തുയേശു മൂലം നമ്മളുടെ പാപത്തിൻ്റെ മോചനത്തിന് വേണ്ടിയുള്ള പ്രായശ്ചിത്തം. എബ്രായർ 9:5 ആ വാക്യവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മളിത് ചിന്തിക്കണം. ശരിക്കും എബ്രായർ 9:5 വാക്യത്തിൽ അത് കൃപാസനവുമായി ബന്ധപ്പെട്ട ഒരു വാക്യമാണ്. ഇതിനെക്കുറിച്ച് നമ്മളിന്ന് അല്പം ഒന്ന് ചിന്തിക്കുന്നതാണ്. ആ 9:1 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അതിനെക്കുറിച്ചൊന്ന് മനസ്സിലാവും. എന്നാൽ ആദ്യ നിയമത്തിനും ആരാധനയ്ക്കും ചട്ടങ്ങളിൽ ലൗകികമായ വിശുദ്ധ മന്ദിരം ഉണ്ടായിരുന്നു. യെരുശലേമിലെ ഒരു വിശുദ്ധ മന്ദിരം ഉണ്ടായിരുന്നു, നമുക്കറിയാം. അതിനു മുമ്പ് ഒരു കൂടാരം ചമച്ചു. ആദ്യം സമാഗമന കൂടാരമായിരുന്നു. അതിൻ്റെ ആദ്യ ഭാഗത്ത് നിലവിളക്ക്, സമാഗമന കൂടാരത്തിലുള്ള കാര്യങ്ങളാണ്, നിലവിളക്ക്, മേശ, കാഴ്ചയപ്പം ഉണ്ടായിരുന്നു. എബ്രായർക്ക് ലേഖനത്തിൽ അത് കുറച്ചുകൂടെ വിപുലീകരിച്ചെഴുതാണ്. അതിന് വിശുദ്ധ സ്ഥലം എന്ന് പേർ. 2-ാം തിരശ്ശീലയ്ക്ക് പിന്നിലോ അതിവിശുദ്ധം എന്ന കൂടാരം ഉണ്ടായിരുന്നു. അതിൽ പൊന്നൂട്ടുള്ള ധൂപകലശം, മുഴുവൻ പൊന്നു പൊതിഞ്ഞ നിയമപ്പെട്ടവും, അതിനകത്ത് മന്ന ഇട്ടുവെച്ച പൊൻപാത്രവും, അഹരോൻ്റെ തളിർത്ത വടിയും, നിയമത്തിൻ്റെ കൽപ്പലകളും, അതിനു മീതെ കൃപാസനത്തെ മൂടുന്ന തേജസ്സിൻ്റെ കെരൂബുകളും ഉണ്ടായിരുന്നു. ഇവിടെ 5-ാം വാക്യത്തിലാണ് കൃപാസനം എന്ന് പറയുന്ന ഒരു വേർഡ് യൂസ് ചെയ്തിരിക്കുന്നത്. കൃപാസനത്തെ മൂടുന്ന ഒരു സ്വർണം കൊണ്ടുള്ള അടപ്പുണ്ട്. ദൈവം അവിടെയാണ് കണ്ടുമുട്ടുന്നത്. ഈ കൃപാസനത്തെ മൂടുന്ന സ്വർണം കൊണ്ടുള്ള അടപ്പ്, അത് വീണ്ടും നമ്മൾ കാണാം. പുറപ്പാട് പുസ്തകം 25:17 തങ്കം കൊണ്ടുള്ള കൃപാസനം ഉണ്ടാക്കണം. അതിൻ്റെ നീളം 2.5 മുഴം വീതിയും 1.5 മുഴവും ആയിരിക്കണം. അവിടെ നമുക്ക് കാണാം
ഈ കൃപാസനത്തെ മൂടുന്ന സ്വർണം കൊണ്ടുള്ള അടപ്പുണ്ട്. ഇവിടെ എന്താണ് വിശുദ്ധ സ്ഥലത്ത് കാണുന്ന കാര്യങ്ങൾ? അവിടെ നേരത്തെ എഴുതിയിട്ടുണ്ട് എന്തൊക്കെയാണ് കാര്യങ്ങൾ ഉള്ളത്. ദൈവനും മനുഷ്യനുമായിട്ടുള്ള സമാഗമനം നടക്കുന്നത് ഈ വിശുദ്ധ സ്ഥലത്താണ്. സംഖ്യാപുസ്തകം 7:89 മോശ തിരുമുമ്പിൽ സംസാരിപ്പാൻ സമാഗമന കൂടാരത്തിൽ കടക്കുമ്പോൾ അവൻ സാക്ഷ്യപ്പെട്ടകത്തിന്മേലുള്ള കൃപാസനത്തിങ്കിൽ നിന്ന് 2 കെരൂബുകളുടെ നടുവിൽ തന്നോട് സംസാരിക്കുന്ന തിരുശബ്ദം കേട്ടു. അങ്ങനെ അവൻ സംസാരിച്ചു. കൃപാസനത്തിങ്കിൽ നിന്ന് ദൈവം സംസാരിക്കുന്നത് മോശ കേട്ടു. ദൈവം യഥാർത്ഥത്തിൽ മനുഷ്യനുമായിട്ട് സമാഗമനം നടത്തുന്ന ഈ കൃപാസനത്തിലാണ് എന്ന് മറന്നുപോയത്. അവിടെ 3 കാര്യങ്ങൾ കാണുന്നതായിട്ട് ഉണ്ട്. അവിടെ ആ പെട്ടകത്തുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ്. അതിൽ ഇതിനകത്ത് തന്നെ എഴുതിയിട്ടുണ്ട്. 9-ാം അധ്യായത്തിൽ, എബ്രായർ 9-ാം അധ്യായത്തിൽ എഴുതിയിട്ടുണ്ട്. 1 നിയമത്തിൻ്റെ കൽപ്പലക, ന്യായപ്രമാണം. ഈ ന്യായപ്രമാണം എന്താണ്? മനുഷ്യൻ ലംഘിച്ചതാണ് ന്യായപ്രമാണം. എന്നിട്ട് അതെന്താ കാണിക്കുന്നത്? ന്യായപ്രമാണം എന്താ കാണിക്കുന്നത്? മനുഷ്യൻ്റെ റിബല്ലിനെ കാണിക്കുന്ന കാര്യമാണ്. എല്ലാം മനുഷ്യൻ റിബല്ലിനെ കാണിക്കുന്നതാണ്. കാരണം ആ കൽപ്പലക പൊട്ടിച്ചു കളഞ്ഞു. പിന്നെ മോശ ഉണ്ടാക്കി കൊണ്ടുവന്ന് എഴുതിയതാണത്. ആദ്യം ദൈവം കൊടുത്ത് പൊട്ടിച്ചു. മനുഷ്യൻ ആദ്യം തൊട്ടേ റിബല്യസ് നേച്ചറായിരുന്നു. ന്യായപ്രമാണം. 2ാമത് അവിടെ കാണുന്ന മന്ന, അതിനകത്ത് മന്ന ഇട്ടുവെച്ച പൊൻപാത്രം. മന്ന ഇട്ടുവെച്ച പൊൻപാത്രം. മന്നയെക്കുറിച്ച് നമ്മൾ ഒന്ന് ചിന്തിക്കുന്നത് നല്ലതല്ലേ? പ്രഭാതത്തിലെ മഹത്വം എന്നാണ് ദൈവം മന്നയെക്കുറിച്ച് പറയുന്നത്. ഈ 20 ലക്ഷം ജനങ്ങൾ, അതിൻ്റെ കൂട്ടത്തിൽ സ്ത്രീകളുണ്ട്, കുഞ്ഞുങ്ങളുണ്ട്, ഇവരെല്ലാം കാണും. ഒരാൾക്ക് ആവശ്യമായിട്ടുള്ള മന്ന ഒരിടങ്ങഴി ഒരാൾക്ക്, അതാണ് കണക്ക്. ഒരിടങ്ങഴി ഒരാൾക്ക് എല്ലാ ദിവസവും വരും. ഒന്ന് ആലോചിച്ച് നോക്കി, 365 ദിവസവും മന്ന. അങ്ങനെ 40 വർഷം എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു ദിവസം ഇത്രയും പേർക്ക് മന്ന വേണമെങ്കിൽ ഒരാൾക്ക് ഒരിടങ്ങഴി വെച്ച് വർക്കൗട്ട് ചെയ്യുമ്പോൾ, നമ്മളത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 4500 ടൺ മന്ന. എല്ലാവരുടെയും വിശപ്പടങ്ങണമല്ലോ. 4500 ടൺ മന്ന കണക്കിന് 9 ദശലക്ഷം റാത്തൽ മന്ന ഒരു ദിവസം വേണം. ഇത്രയും പേർക്ക് ഭക്ഷണം വേണം. നമ്മുടെ കാൽക്കുലേഷൻ അനുസരിച്ച് പറഞ്ഞാൽ 30 ബോഗിയുള്ള ട്രെയിൻ, 10 ട്രെയിനകത്ത് 30 ബോഗിയുള്ള ട്രെയിനകത്ത് കൊണ്ടുവന്നാൽ ഒരു ദിവസത്തേക്ക് ആവശ്യമുള്ള മന്ന കിട്ടുള്ളൂ. ഈ മന്ന പ്രഭാതത്തിൻ്റെ ഉള്ള മഹത്വമായിട്ട് പറഞ്ഞിരിക്കുക. അതാണ് അവർ നിസ്സാരമെന്ന് പറഞ്ഞ്, ഞങ്ങൾ വില കൂടാതെ മിസ്രൈമിൽ കഴിച്ചിട്ടുള്ള ചിറ്റുള്ളി, ചീരുള്ളി, മത്സ്യം, മാംസാദികളെക്കുറിച്ച് അവരിങ്ങനെ കംപ്ലൈൻറ്റ് പറഞ്ഞ്, നീ ഞങ്ങൾക്ക് തരുന്ന ഈ നിസ്സാരമായിട്ടുള്ള മന്നയാണ് ഞങ്ങൾക്ക് തരുന്നതെന്ന് പറഞ്ഞു. അത് നിസ്സാരമെന്ന് പറഞ്ഞ് മനുഷ്യൻ ദൈവത്തിൻ്റെ മഹത്വം നിസ്സാരവൽക്കരിച്ച് കഴിഞ്ഞ ഒരു സാധനം. അതും പെട്ടകത്തിനകത്ത്, നിയമപെട്ടകത്തിനകത്തുണ്ട്. അന്നേരം മനുഷ്യൻ ലംഘിച്ച ന്യായപ്രമാണം, മനുഷ്യൻ നിസ്സാരവൽക്കരിച്ച പ്രഭാതത്തിലെ മഹത്വം. 3ാമത് അഹരോൻ്റെ തളിർത്ത വടി. ഈ 3 കാര്യം. കാരണം അഹരോൻ്റെ തളിർത്ത വടി എന്ന് പറഞ്ഞാൽ കാര്യം എന്ന് വെച്ചാൽ അവർ ദൈവത്തിൻ്റെ ലീഡർഷിപ്പ് മറുതലിച്ചതായിട്ട് കാണുന്നു. ദൈവത്തിൻ്റെ ലീഡർഷിപ്പിനെതിരായിട്ട് അവർ സംസാരിച്ചു. അതിൽ അവരുടെ ഈ പെറുപെറുപ്പ് എന്ന് വെച്ചാൽ ഈ 3 കാര്യങ്ങളും ന്യായപ്രമാണത്തിൽ ശരിക്കും പറഞ്ഞാൽ പഴയ നിയമകാലത്ത് മനുഷ്യൻ അത് ലംഘിച്ചതാണ്. 3 ഒന്ന് ന്യായപ്രമാണം ലംഘിച്ചു, മന്നയ്ക്കെതിരായിട്ട് പറഞ്ഞു, അഹരോൻ്റെ എതിരായിട്ട്, ലീഡർഷിപ്പിനെതിരായിട്ട് പറഞ്ഞു. ഈ 3 കാര്യങ്ങളൂടെ ചേർത്ത് അതിനെ വന്ന് മൂടുന്ന ഒരു സ്വർണ്ണ അടപ്പ്, അതാണ് കൃപാസനം. അവിടെ ആണ്ടിലൊരിക്കൽ രക്തം തളിക്കുന്നു. ആണ്ടിലൊരിക്കൽ മഹാപുരോഹിതൻ കൊണ്ടുവന്ന് രക്തം തളിക്കുന്നു. അതൊരിക്കലും യഹൂദനെ കാണിക്കാൻ അനുവദിച്ചിരുന്നില്ല. ഇപ്പോൾ ആ കൃപാസനത്തിലെ നിങ്ങളുടെയും എൻ്റെയും കൃപാസനമാണ് ആ ക്രിസ്തു. അവിടെ ഇപ്പോൾ കർത്താവ് നിൽക്കുകയാണ്. അതുകൊണ്ട് എന്താണ് സംഭവിക്കുന്നത്? അവിടെ ദൈവപുത്രൻ നമ്മളോട് സംസാരിക്കുന്നു. അതുകൊണ്ട് ദൈവത്തിൻ്റെ സന്നിധിയിൽ നമുക്ക് പ്രവേശനമുണ്ട്. എബ്രായർ 4:14 മുതൽ 16 വരെ
ആകയാൽ ദൈവത്തിനായ യേശു ആകാശത്തിൽ കടന്നുപോയ ശ്രേഷ്ഠ മഹാപുരോഹിതനായി നമുക്കുള്ളതുകൊണ്ട് നാം നമ്മുടെ സ്വീകാര്യം മുറുകെ പിടിച്ചുകൊള്ളുക. നമുക്കുള്ള മഹാപുരോഹിതൻ നമ്മുടെ ബലഹീനതയിൽ സഹതാപം കാണിപ്പാൻ കഴിയാത്തവനല്ല, പാപമൊഴികെ സർവ്വത്തിലും നമുക്ക് തുല്യമായി പരീക്ഷിക്കപ്പെട്ടവൻ നമുക്കുള്ളത്. അതുകൊണ്ട് കരുണ ലഭിപ്പാനും തത്സമയത്ത് സഹായത്തിനായിട്ടുള്ള കൃപ പ്രാപിപ്പാനുമായി താൻ ധൈര്യത്തോടെ കൃപാസനത്തിനടുത്ത് ചെല്ലുക. ഇവിടെയും കൃപാസനം എന്നുള്ള വാക്കാണ് കാണുന്നത്. കൃപാസനത്തിനടുത്ത് ചെല്ലുക. ഈ പാപത്തിൻ്റെ പരിഹാരത്തിനായിട്ട് ആണ്ടിലൊരിക്കൽ മഹാപുരോഹിതൻ പോയിട്ട് രക്തം തളിക്കുന്ന കൃപാസനത്തിൻ്റെ അടപ്പിൻ്റെ മേളിൽ, അതിന് പകരമായി ഇന്ന് നമുക്ക് ഡയറക്റ്റായിട്ടുള്ള പ്രവേശനം തന്നിരിക്കുകയാണ്. ക്രിസ്തു നമുക്ക് വേണ്ടി പ്രായശ്ചിത്തമായി. അതിനാൽ അവൻ്റെ രക്തത്താൽ അതിക്രമങ്ങളുടെ മോചനം എന്ന വീണ്ടെടുപ്പുണ്ട്. എഫേസ്യർ 1:7 പറയുന്നതാണ്, അവനിൽ നമുക്ക് അവൻ്റെ രക്തത്താൽ അതിക്രമമെന്ന മോചനമെന്ന വീണ്ടെടുപ്പുണ്ട്. ഇതേ കാര്യം തന്നെയാണ് റോമർ 3:25-26 പറയുന്നത്. വിശ്വസിക്കുന്നവർക്ക് അവൻ്റെ രക്തം മൂലം പ്രായശ്ചിത്തമാകും. ദൈവം അവനെ പരസ്യമായി നിർത്തിയിരിക്കും. നമ്മൾ വായിച്ചാണ്, പരസ്യമായി നിർത്തിയിരിക്കും. ദൈവം തൻ്റെ പൊറുമയിൽ മുൻകഴിഞ്ഞ പാപങ്ങളെ ശിക്ഷിക്കാതെ വിടുകയാണ്, തൻ്റെ നീതിയെ പ്രദർശിപ്പാൻ. താൻ നീതിമാനും യേശുവിൽ വിശ്വസിക്കുന്നതിനെ നീതിയിരിക്കുന്ന ആകേണ്ട ഇക്കാലത്തിൻ്റെ നീതിയെ പ്രദർശിപ്പാനും അങ്ങനെ ചെയ്തു. നമ്മുടെ ആ വാക്യത്തിൻ്റെ മീനിങ് നമുക്ക് മനസ്സിലായല്ലോ. പഴയ നിയമത്തിലെ മനുഷ്യന് ദൈവത്തെ പ്രസാദിപ്പാനായിട്ട് പറ്റിയില്ല. അവരുടെ പാപങ്ങളെല്ലാം തന്നെ അവിടെ അടച്ച് അതിൻ്റെ മേളിലെ കൃപാസനത്തിൻ്റെ മേളിലെ രക്തത്താൽ ശുദ്ധീകരിച്ചതുപോലെ പുതിയ നിയമത്തിൽ അത് നമുക്കൊരു നിഴലായി, പഴയ നിയമത്തിലെ നിഴലായി പുതിയ നിയമത്തിൽ കാണുന്ന യേശു നമുക്ക് വേണ്ടി പക്ഷവാദം ചെയ്യുന്നു, നമുക്ക് വേണ്ടി ഇടിവിൽ നിൽക്കുന്നു, നമുക്ക് വേണ്ടി തക്ക സമയത്ത് സഹായം ലഭിപ്പാൻ അവൻ്റെ കൃപാസനത്തിന് മുമ്പിലേക്ക് അടുത്തിയല്ല. അപ്പോൾ 26 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ കവർ ചെയ്തു. ഞാൻ ഇപ്പോഴേ നീതീകരണത്തെക്കുറിച്ച് ക്ലിയറായിട്ട് പഴയ നിയമത്തിൽ നിന്നുള്ള മീനിങ്ങോടുകൂടി അത് നിങ്ങളോട് പറഞ്ഞു. പ്രായശ്ചിത്തമാകുക, ചുമന്നൊഴിക്കുക എന്ന് പറഞ്ഞതിൻ്റെ മീനിങ്, കൃപാസനത്തിൻ്റെ കാര്യം പറഞ്ഞ് നിങ്ങളോട് ഞാൻ പറഞ്ഞു. ഇനിയും ഉള്ള കാര്യം എന്ന് പറഞ്ഞാൽ ബാക്കിയുള്ള വാക്യങ്ങൾ ആണ്. അത് നമുക്ക് ചിന്തിക്കാം. ഇന്ന് സമയമുണ്ടെങ്കിൽ നമുക്ക് ചിന്തിക്കാം. അല്ലെങ്കിൽ വീണ്ടും ആ നീതീകരണത്തിൻ്റെ ഒരു പോയിൻ്റ് ബൈ പോയിൻ്റായിട്ട് അടുത്ത എപ്പിസോഡിൽ നമുക്ക് പറഞ്ഞ് ഈ അധ്യായം നമുക്ക് അവസാനിപ്പിക്കാം. അതിന് ബാക്കിയുള്ള കാര്യങ്ങൾ ഇങ്ങനെയാണ് അതിൽ എഴുതിയിരിക്കുന്നത്. ആകയാൽ പ്രശംസ എവിടെ? അത് പോയി ഏത് മാർഗത്താൽ? കർമ്മമാർഗത്താലല്ല, വിശ്വാസ മാർഗത്താലേ. അങ്ങനെ മനുഷ്യൻ ന്യായപ്രമാണത്തിൻ്റെ പ്രവൃത്തി കൂടാതെ വിശ്വാസത്താൽ തന്നെ നീതീകരിക്കപ്പെടുന്നു എന്ന് നാം അനുവാദിക്കുന്നു. അല്ല, ദൈവം യഹൂദന്മാരുടെ ദൈവം മാത്രവും ജാതികളുടെ ദൈവമല്ലേ? അതേ, ജാതികളുടെ ദൈവം ആവുന്നു. ദൈവം ഏകനല്ലോ, അവൻ വിശ്വാസം മൂലം പരിച്ഛേദനക്കാരെ വിശ്വാസത്താൽ അഗ്രകർമ്മികളെ നീതീകരിക്കുന്നു. ആകയാൽ നാം വിശ്വാസത്താൽ ന്യായപ്രമാണത്തെ ദുർബലമാക്കുന്നു, ഒരു നാളുമല്ല നാം ന്യായപ്രമാണത്തെ ഉറപ്പിക്കുക അത്രേ ചെയ്യുന്നു. ഇവിടെയും വിശ്വാസത്താൽ ന്യായപ്രമാണത്തെ ഉറപ്പിക്കുന്നു എന്ന് പറഞ്ഞ് ആ അധ്യായം അവസാനിക്കുകയാണ്. ഞാൻ ഇന്ന് നിങ്ങളോട് പറയാനായിട്ട് ഉദ്ദേശിച്ചത്, ഞാനത് കൺക്ലൂഡ് ചെയ്യട്ടെ. ഇന്ന് അടുത്ത ഒരു എപ്പിസോഡോട് ഈ അധ്യായം തീർക്കാമെന്ന് വിചാരിക്കുന്നു. എന്താണിത് ഞാനിന്ന് നിങ്ങളോട് പറയാനായിട്ട് ഉദ്ദേശിച്ചതെന്ന് വെച്ചാൽ, ദൈവം ഇത് മുന്നമേ കണ്ട്, ഇതാണ് ദൈവം കാലങ്ങൾക്ക് അതീതമാണ് എന്ന് പറയാം. ദൈവം മുന്നമേ കണ്ടിട്ട് ദൈവം കാര്യങ്ങളെ ചെയ്തിരിക്കുകയാണ്. നോക്കി, ആ സമാഗമന കൂടാരത്തിൽ നമുക്ക് പ്രായശ്ചിത്തമാകുന്ന കാര്യത്തെക്കുറിച്ച് ഞാൻ സംസാരിച്ചാണ്. നമുക്ക് പ്രായശ്ചിത്തമാകുന്നു എന്ന് പറയുമ്പോഴേ അവിടെ എന്താണ് അവിടെ കാണിച്ചതെന്ന് ചോദിച്ചാൽ, അവിടെ ആ കൃപാസനത്തിലെ രക്തം തളിച്ച് നമ്മളെ വീണ്ടെടുത്ത് ആ കൃപാസനം ഇന്ന് യേശുക്രിസ്തു പരമയാഗമായി നമുക്കുള്ള പ്രവേശനം അവിടെ ഫ്രീ ആയി തന്നിരിക്കുന്നു എന്ന് കാണുന്നു. അതുകൊണ്ട് ഭയം കൂടാതെ എപ്പോഴും അവൻ്റെ അടുത്തേക്ക് ചെല്ലാം. രക്തം മൂലം പ്രായശ്ചിത്തമാക്കുവാൻ ക്രിസ്തുവിനെ പറ്റി കൂടുതൽ പറയുകയും കുരിശിനെ പറ്റി പറയാതിരിക്കുകയും ചെയ്യുന്ന സുവിശേഷമുണ്ട്. ഇന്ന് അങ്ങനെയുണ്ട്. ക്രിസ്തുവിനെ നിങ്ങളുടെ ലൈഫൊക്കെ മാറ്റിമറിക്കുമെന്നൊക്കെ പറയാതെ അത് മാത്രം പറഞ്ഞുകൊണ്ട് നേരത്തെ പറഞ്ഞ ഒരു കോച്ചായിട്ട് യേശു ക്രിസ്തുവിനെ പ്രസൻറ്റ് ചെയ്തിട്ട് അവൻ്റെ യാഗമരണത്തെക്കുറിച്ചും നമ്മുടെ നീതീകരണത്തെക്കുറിച്ചും പറയാതുള്ള പഠിപ്പിക്കലുകളുണ്ട്. ആ പഠിപ്പിക്കലുകൾ അത് ഒത്തിരി ഉണ്ട്. അതിനെക്കുറിച്ച് പറയാൻ അത് നമുക്ക് അടുത്ത ദിവസം നമുക്ക് അതിനെക്കുറിച്ച് ചിന്തിക്കാം. അതുകൊണ്ട് തീർച്ചയായും ഇന്നത്തെ ചിന്തകൾ നമുക്ക് പ്രായശ്ചിത്തമാകുക എന്നുള്ള ചിന്ത ഇന്ന് നമ്മളെ ശക്തീകരിക്കട്ടെ, ബലപ്പെടുത്തട്ടെ. ന്യായപ്രമാണത്തെ മനുഷ്യൻ ലംഘിച്ചു, മന്ന നിസ്സാരമായിട്ട് പറഞ്ഞു, അഹ്റോൻ്റെ ലീഡർഷിപ്പ് അത് ആളുകൾ തുച്ഛീകരിച്ചു.
ഇതെല്ലാം കഴിഞ്ഞിട്ടും ഇതെല്ലാം ദൈവം ക്ഷമിച്ച് കൃപാസനത്തിന് മുമ്പിൽ അടപ്പുകൊണ്ട് മൂടി അതിൻ്റെ മേൽ പ്രായശ്ചിത്തം നടത്തിയതായിട്ടാണ് കാണുന്നു. അതുപോലെ തന്നെ പുതിയ നിയമത്തിലേക്ക് വരുമ്പോഴേ യേശുവിൻ്റെ രക്തം സകല പാപവും പോക്കി നമ്മളെ വിടുവിച്ചു. ഇത് ഞാൻ പറയുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവർ, എന്നെ കേൾക്കുന്നവർ, നമ്മൾ ഒന്നുകൂടെ ഉറപ്പിക്കുക, നമ്മുടെ രക്ഷ എത്ര സ്ട്രോങ് ആണ്. ദൈവം നമുക്ക് വേണ്ടി മുന്നമേ ഒരുക്കിയത്, യുഗായുഗങ്ങൾക്ക് വേണ്ടി മുമ്പേ ഒരുക്കിയത് യേശു ക്രിസ്തുവിൽ കൂടിയുള്ള വലിയ രക്ഷ എത്ര വലുതാവുന്നു എന്ന് നമ്മൾ ഓർക്കുക. അത് അവൻ പർച്ചേസ് ചെയ്തതാണ്, അവൻ്റെ രക്തത്താൽ നമ്മളെ വീണ്ടെടുത്ത, നമ്മളെ വാങ്ങിച്ചതാണ്. അതുകൊണ്ട് ഇനി നമ്മൾ അവൻ്റെ വകയാണ്, നമ്മുടെ വകയല്ല. നമ്മളെ മുഴുവൻ അവൻ പർച്ചേസ് ചെയ്തിരിക്കുകയാണ്. അതുകൊണ്ട് അവൻ പർച്ചേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അടുത്ത 4, 5, 6 അധ്യായങ്ങളൊക്കെ നമ്മൾ പഠിക്കുമ്പോൾ നമുക്കറിയാം അവൻ എത്ര അധികമായിട്ട് നമ്മളെ അനുഗ്രഹിക്കും. ഇന്ന് നമ്മൾ പലരും നെടുവീർപ്പോടുകൂടിയും വിഷമതയോടുകൂടിയാണ് ഈ ലോകത്തിൽ ജീവിക്കുന്നത്. അയ്യോ നാളെ എൻ്റെ എങ്ങനെയാണ് എന്നുള്ള വിഷമത്തോടെയാണ് ജീവിക്കുന്നത്. അവർക്കൊരു സുവാർത്ത ഇതേ ഉള്ളൂ, ദൈവം നിങ്ങളെ വീണ്ടെടുത്തിരിക്കുക. നിങ്ങളെ ഇപ്പം നിർത്തിയ ലെവലിൽ നിന്നല്ല, വേറൊരു സെക്കൻഡ് ലെവൽ, തേർഡ് ലെവലിലേക്ക് ദൈവം നിങ്ങളെ ഉയർത്താനായിട്ട് ആഗ്രഹിക്കുന്നു. നിങ്ങളൊന്ന് വിട്ടുകൊടുക്കുമോ? നിങ്ങളൊന്ന് ദൈവത്തിലൊന്ന് സമർപ്പിച്ചു കൊടുക്കുമോ? കർത്താവേ, എനിക്ക് കുറവുണ്ട് എന്ന് ഞാൻ സമ്മതിക്കുന്നു, എന്നാലും ഞാൻ ഓരോ പടി മേലോട്ട് പോകാനായിട്ട് നീ ആഗ്രഹിക്കുമ്പോഴേ ഞാൻ അതിന് വിഘാതമായി നിൽക്കരുതേ കർത്താവേ. അതുകൊണ്ട് ഞാൻ നിൻ്റെ കരങ്ങളിലേക്കൊന്ന് ഈൽഡ് ചെയ്യപ്പെടുന്നു എന്ന് പറയുമോ? ദൈവത്തോടൊന്ന് പറയുമോ? അങ്ങനെ പറയുകയാണെങ്കിൽ ദൈവം ഈ ദിവസങ്ങളിൽ ഓരോ പടി നിങ്ങളെ ഉയർത്തുന്നതായിട്ട് കാണാം. ദൈവത്തിൻ്റെ സ്നേഹത്തിൽ നിന്നൊന്നും നമ്മളെ വേർപിരിക്കാൻ കഴിയുകയില്ല എന്ന് ഇങ്ങോട്ട് വരുമ്പോൾ നമ്മളെ പഠിപ്പിച്ചങ്ങോട്ട് വിടുകയാണ്. ഒന്നും നമ്മളെ വേർപിരിക്കാനായിട്ട് കഴിയില്ല. അതുകൊണ്ട് ദൈവം ഈ ദിവസങ്ങളിൽ നമ്മുടെ ജീവിതങ്ങളിലെ അനുഗ്രഹങ്ങളെ, നന്മകളെ തരാനായിട്ട് ആഗ്രഹിക്കുമ്പോഴേ, സ്വർഗീയ അനുഗ്രഹങ്ങളെ, ലോകത്തിലെ നന്മകളെ, ഞാൻ ഒന്നുകൂടെ ക്ലാരിഫൈ ചെയ്തു, അത് സ്വർഗീയ അനുഗ്രഹങ്ങളെ, ലോകത്തിലെ നന്മകളെ നമ്മൾക്ക് തരാൻ ആഗ്രഹിക്കുമ്പോഴേ പല കാര്യങ്ങളും വിഘാതമായി നിൽക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ ഇന്ന് രാത്രികാലം മാറ്റിക്കളയാം. ദൈവകരങ്ങളിലേക്കൊന്ന് സമർപ്പിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവെ, ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരെല്ലാം അനുഗ്രഹിക്കണം. കർത്താവെ, പ്രത്യേകിച്ച് നീതീകരണത്തിൻ്റെ പഴയ നിയമത്തെ സാക്ഷ്യത്തെക്കുറിച്ചാണ് ഞങ്ങൾ ഇവിടെ പറഞ്ഞത്. പഴയ നിയമം ഏത് രീതിയിൽ ഈ നീതീകരണത്തെ സാക്ഷ്യം പറയുന്നു എന്നുള്ളത് കർത്താവെ ഈ വാക്യത്തിൽ നിന്ന് ഞങ്ങളെ ചിത്രീകരിക്കുകയായിരുന്നല്ലോ. അവനിൽ നമുക്ക് പൂർണ്ണമായിട്ടുള്ള ഒരു റിഡംഷനുണ്ട്, ഒരു വീണ്ടെടുപ്പുണ്ട്. അത് കർത്താവെ പ്രവാചകന്മാരും പഴയ നിയമവും സാക്ഷ്യം പറയുകയാണ്. ആ സാക്ഷ്യമാണ് ഞങ്ങളിന്ന് കേട്ടത്. ഏത് രീതിയിലാണ് ഒരു സാക്ഷ്യം പറയുന്നത് ഞങ്ങൾ കേട്ടു. കർത്താവെ, പഴയ നിയമത്തിലുള്ള കർത്താവെ ആ മേഴ്സി സീറ്റിലെ കൃപാസനത്തിലെ ആ ന്യായപ്രമാണം, ആ മന്ന, അഹരോന്റെ തളർത്ത വടി, ഇതെല്ലാം കർത്താവെ പഴയ നിയമത്തിലെ റിബല്യനെ കാണിക്കുകയും സാക്ഷ്യം പറയുകയും ചെയ്യുകയാണ്. എന്നാൽ അതിൽ നിന്ന് കർത്താവെ ദൈവത്തിൻ്റെ പൂർണ്ണമായിട്ടുള്ളൊരു വീണ്ടെടുപ്പ് യേശു ക്രിസ്തുവിലൂടെ ഞങ്ങൾക്ക് തന്നു. വീണ്ടും വീണ്ടും ഒരു യാഗത്തിനല്ല, എന്നേക്കുമായൊരു യാഗത്തിലെ അവൻ്റെ സന്നിധിയിലേക്കൊരു പ്രവേശനം തന്നു. കർത്താവെ, ആ പ്രവേശനത്തിലെ ഞങ്ങളുടെ മുൻകാല പാപങ്ങളെ നീ പൊറുക്കുകയും ക്രിസ്തുയേശുവിൽ കൂടി ഞങ്ങളെ മരിച്ച് വീണ്ടെടുക്കുകയും ചെയ്തതിനാൽ ഞങ്ങൾ ജീവിക്കുന്നു എന്ന് ഞങ്ങൾ ചിന്തിക്കുന്നു. കർത്താവെ, ഈ വലിയ പ്രത്യാശയിൽ ഈ ദിവസങ്ങൾ ജീവിപ്പാനായിട്ട്, ഓരോ പടി വളരുവാനായിട്ട് ഈ പ്രിയപ്പെട്ടവരെയൊക്കെ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഇത് കാണുന്നവരെയൊക്കെ നീ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഏതൊക്കെ മാനസിക സിറ്റുവേഷനായാലും നിന്നൊക്കെ വിടുവിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. റിലേഷൻഷിപ്പ് ഇഷ്യൂസിലിരിക്കുന്ന പ്രിയപ്പെട്ടവരെ പ്രത്യേകിച്ച് നിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. ഭാര്യ ഭർത്താവ് തമ്മിലുള്ള റിലേഷൻഷിപ്പ്, മക്കളും മാതാപിതാക്കളും തമ്മിലുള്ള റിലേഷൻഷിപ്പ്, ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ് തമ്മിലുള്ള റിലേഷൻഷിപ്പ്, എവിടെയൊക്കെ വിഘാതം വന്നിട്ടുണ്ടോ ആ കുടുംബത്തിലൊക്കെ കർത്താവെ ഡിസ്യൂണിറ്റി ഉണ്ട്, അവിടെയൊക്കെ പിശാചിൻ്റെ പ്രവർത്തനം നടക്കുന്നു ഞങ്ങൾ അറിയുന്നു. യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ പൈശാചിക ശക്തികളെ ബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. ആ ഭവനങ്ങളിലൊക്കെ സമാധാനവും സന്തോഷവും വന്നു ചേരട്ടെ. കർത്താവെ, മുടിയൻ്റെ പുത്രൻ പോയതുപോലെ തിരിച്ചു വന്ന് ദൈവത്തിലെ പിതാവിൻ്റെ ഭവനത്തിൽ നിന്ന് ആനന്ദിച്ചതുപോലെ ആ ഭവനത്തിലെല്ലാം ആനന്ദം തളയടിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ദിവസങ്ങളിൽ അവർ ആനന്ദിച്ചു തുടങ്ങി എന്ന് പറയുവാൻ കർത്താവേ, ഈ ദിവസങ്ങളിൽ നീ ഇടവരുത്തുകയും സഹായിക്കുകയും ചെയ്യണം. നിൻ്റെ ശക്തി അവിടെ വ്യാപരിക്കട്ടെ. പൈശാചിക ശക്തികളെ യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങളെ ബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ ദിവസങ്ങളിൽ വലിയ റിലീസ് യേശുവിൻ്റെ നാമത്തിൽ വന്നു ചേരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ചില ഭവനങ്ങൾ കെട്ടിയിട്ടിരിക്കുന്നു, യേശുവിൻ്റെ നാമത്തിൽ അത് ലിബറേറ്റ് ചെയ്യപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സ്തോത്രം. നഗരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. അനുഗ്രഹിച്ചോർത്ത് സ്തോത്രം. പ്രാർത്ഥന കേട്ടോർത്ത് സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കേൾക്കുമാറാകണമേ. ആമേൻ. പ്രിയപ്പെട്ടവരെ, നിങ്ങളെ ദൈവം അനുഗ്രഹിക്കട്ടെ. തുടർന്ന് ഇത് വാച്ച് ചെയ്യണം. ഇത് നിങ്ങൾക്ക് അനുഗ്രഹമായെങ്കിൽ നിങ്ങൾ ആ വാട്സാപ്പ് നമ്പറിൽ ഒരു മെസ്സേജ് തന്നാൽ നല്ലതായിരിക്കും. ഞങ്ങൾക്കത് പ്രയോജനമായി തരും. നിങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന ഒരു ടീമുണ്ട് ഇവിടെ. നിങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നതാണ്. പ്രയർ റിക്വസ്റ്റ് അയച്ചു തന്നാൽ എല്ലാ ദിവസവും ഇത് നിങ്ങളുടെ ഡിവൈസിൽ വരുന്നതാണല്ലോ. ഇത് മുടങ്ങാതെ കാണുന്ന, ഏതെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അത് പ്രീവിയസ് പോയി കണ്ടാൽ ആ കണ്ടിന്യൂറ്റി നിങ്ങൾക്ക് കിട്ടും.
അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിന് ആ ലിങ്ക് ഷെയർ ചെയ്ത് കൊടുക്കണം. ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.